റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ആഞ്ഞടിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നിയമവിധേയമാക്കാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത് എന്നാണ് സെലൻസ്കിയുടെ ആരോപണം. യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കേണ്ടത് റഷ്യയാണെന്നും റഷ്യ ആരംഭിച്ച യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിരുന്നു. അത് വിജയം കണ്ടില്ല. എന്തായാലും പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. അമേരിക്കയ്ക്കും അമേരിക്കയുടേതായ ചില സാമ്പത്തിക താല്പര്യങ്ങൾ യുക്രൈനിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലൊരു പ്രശ്നപരിഹാരമാണ് ഉണ്ടാവുക? ഇപ്പോൾ ഈ സെലൻസ്കി ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഈ സെലൻസ്കിയുടെ തുടരെയുള്ള ഫോൺ വിളികൾ യുക്രൈനുമായിട്ട് ബന്ധമുള്ള യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സിനും അതുപോലെ അമേരിക്കയിൽ സെലൻസ്കിക്ക് ബന്ധമുള്ളവർക്കും മറ്റ് ലോകരാജ്യങ്ങളുടെ തലവന്മാർക്കും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തി ചർച്ചകൾ തുടങ്ങിയതോടുകൂടിയാണ്. അതോടുകൂടി സെലൻസ്കി മനസ്സിലാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുകയാണെന്ന്. അതുകൊണ്ട് തന്നെ സെലൻസ്കി ഇന്നത്തെ പ്രസ്താവന തന്നെ വന്നിരിക്കുന്നത് യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കത്തില്ല, റഷ്യയായിട്ട് തുടങ്ങിയ യുദ്ധം റഷ്യ തന്നെ അവസാനിപ്പിക്കണം, അത് മാത്രമല്ല വെടിനിർത്തലും സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനവുമാണ് സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ ജനത ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല സെലൻസ്കി ഒരു വശത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ യുദ്ധം പറഞ്ഞു തീർക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമെന്ന്. നമുക്കറിയാം വൈറ്റ് ഹൗസിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അതൊക്കെ പറഞ്ഞു തീർത്തതുമാണ്. ഭൂമി യഥാർത്ഥത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരും എന്ന് ട്രംപ് ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ യുക്രൈന്റെ ഭരണഘടന അനുസരിച്ച് സെലൻസ്കിക്ക് അത്തരം ഒരു തീരുമാനം എടുക്കുവാൻ ആ ഭരണഘടന അനുവദിക്കുന്നുമില്ല. യൂറോപ്യൻ യൂണിയനും ഒരു കൗണ്ടർ പ്രപ്പോസൽ ട്രംപിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അവർ ശക്തമായിട്ട് എതിർക്കുകയാണ് ഈ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന ചർച്ചകൾക്കായിട്ട്. സെലൻസ്കിയെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആദ്യം വന്നു. പക്ഷേ വ്ളാദിമിർ പുടിന് ഒരു തരത്തിലും സെലൻസ്കി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് പുടിൻ തയ്യാറാകുന്നില്ല. പക്ഷെ പുടിൻ പറഞ്ഞിരിക്കുന്നത് ചില നിബന്ധനകൾ സെലൻസ്കിക്ക് മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ആ നിബന്ധനകൾ ഒന്നും പാലിക്കുവാൻ സെലൻസ്കിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് മറ്റൊരു അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 അലാസ്കയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഈ സമാധാന ചർച്ചകൾ ആരംഭിക്കുക. ഇതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ലണ്ടനിലുണ്ട്. ലണ്ടനിലെ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സും അതുപോലെ യുക്രൈനിയൻ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതും ഈ ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ടുള്ള ഈ ഉച്ചകോടിക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ്. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.